Hi friends, Magic Picsel പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ ദിവസമായിട്ട് വീഡിയോ നടത്തില്ല, ഔട്ട്ഡോർ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറേ ദിവസമായിട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല, കാരണം ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. വെളിയിലും ഭയങ്കര വെള്ളപ്പൊക്കം, ഇവിടെയും ഭയങ്കര വെള്ളപ്പൊക്കം, നാട്ടിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായി. ഇപ്പോൾ കുറേ പേര് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ വലിയതായിട്ട് അങ്ങ് പറഞ്ഞൊന്നും നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കാണാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഒരു സഫർജൽ അച്ചാർ. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം വരൂ, നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പം നമ്മുടെ സഫർജൽ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം നമുക്ക് നോക്കിയാലോ. ഇത് ഉലുവ, പിന്നെ അടുത്ത കടുക് വേണം, പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത് ഉപ്പ്, ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി, ഇത് വറ്റൽമുളക്, ഇത് കറിവേപ്പില, ഇത് ഇത് മുളക്, പച്ചമുളക്, ഇത് സഫർജൽ, ഇത് ഇഞ്ചി, ഇത് വെള്ളം, ഇത് കായപ്പൊടി, ഇത് നല്ലെണ്ണ, പിന്നെ വെളുത്തുള്ളി ആവശ്യമുണ്ട്. നമ്മുടെ സഫർജല് എൻ്റെ തൊലി ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ പീലർ വെച്ച് അധികം പഴുക്കാറ്റാണ്, ചെറിയൊരു പുളിയും കൂടെ പുളിയും മധുരവും കൂടെ ഉള്ള സഫർജലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേ സൈസിൽ തന്നെ 3 എണ്ണം ആണ് എടുത്തിട്ട്, മീഡിയം സൈസിൽ 3 സഫർജൽ. ഇത് തൊലി ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാങ്ങാച്ചാറിനൊക്കെ കടുമാങ്ങയൊക്കെ ഇടുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സഫർജലെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത്ര ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞുറുക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും ആവശ്യം വരത്തില്ല, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് വെളുത്തുള്ളി ഒരുക്കിയെടുത്തതാണ്. വലിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നത് ഞാനത് 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത്. ഇത് പച്ചമുളകാണ്, 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുത്തിരിക്കുകയാണ്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കൂടുതൽ എരിവ് വേണ്ടിയവർക്ക് കൂടുതൽ പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഇത് എരിവ് കുറവുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇത് എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നല്ല അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ചൂടായിട്ടുണ്ട്, ചൂട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് വിനാഗിരി ചേർക്കുന്നില്ല, അത് കാരണം തന്നെ ഇച്ചിരി എണ്ണ മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഫ്രിഡ്ജിനെടുത്ത് വെക്കാനായതുകൊണ്ടാണ് മെയിനായിട്ട് വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആദ്യം തന്നെ ഉലുവ ഇടണം. ഉലുവ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉലുവ ഇടും. സാധാരണ എല്ലാവരും ഉലുവ പൊടിയാണ് ചേർക്കുന്നത്, പക്ഷെ ഞാനിവിടെ ഉലുവ ആയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് ആവട്ടെ. അപ്പോൾ ഉലുവ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതിടുന്നത് കടുകാണ്. അപ്പം ഇച്ചിരി ഡേഞ്ചർ സാധനമാണ്, ഇച്ചിരി സൂക്ഷിച്ചാണ് കടുകിടുമ്പോൾ. നല്ലതിട്ടു. സൗണ്ട് കേൾക്കുന്നുണ്ട്, കടുക് പൊട്ടുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ കടുക് വറക്കുന്നവർ ശ്രദ്ധിക്കുക, കണ്ണിലും ഒന്നും വീഴാൻ ശ്രദ്ധിക്കണം. കടുക് പൊട്ടുന്നുണ്ട്, കണ്ടോ, പൊട്ടുന്നുണ്ട്. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറകെയായിട്ട് നമ്മൾ ഇഞ്ചി ഇട്ട് വെക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുത്ത് അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതാണ് കരിഞ്ഞിരി. അപ്പം അത് ഇളക്കി കൊടുക്കണം. ഇഞ്ചി ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ഉലുവ ഇട്ടു. അതൊരുമാതിരി മൂക്കാറായപ്പോഴത്തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി
വെളുത്തുള്ളിയൊക്കെ കളർ ഒരുമാതിരി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് കരിച്ചത് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കണം. അപ്പോൾ അത് ഇഞ്ചി ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മളിടേണ്ടത് വെളുത്തുള്ളിയാണ്. ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി ഇടുകയാണ്. നമ്മൾ ഒത്തിരി അങ്ങ് മൂപ്പിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു രുചിയും ഗുണവും ഒക്കെ കിട്ടണമെങ്കിൽ മുഴുവൻ അങ്ങ് കരിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി അങ്ങ് മൂപ്പിക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് മൂത്ത് കിടക്കുന്നതോ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ തീ ഇടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. നിങ്ങൾ ഓരോ പുതിയ സാധനം ഇടുമ്പോഴും എണ്ണയുടെ തീ ചൂട് കുറയും. അപ്പം ചൂട് കുറയുന്നതനുസരിച്ച് നിങ്ങൾ തീ കൂട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എണ്ണ അങ്ങ് തണുത്തു പോകും. പിന്നെ നിങ്ങളുടെ അച്ചാർ ശരിയാകത്തില്ല. അപ്പം പിന്നെ ആ എണ്ണയുടെ ചൂടനുസരിച്ച് നിങ്ങൾ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ട് നമ്മൾ റെഡിയാക്കാൻ പോകണം. ഇത് ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ചെടുക്കണം. ഇത് കാശ്മീരി ചില്ലിയാണ്. ഞാനൊരു 2.5 ടീസ്പൂണാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നല്ല മുളക് പൊടി എടുക്കുകയാണ്. നമ്മൾ എരിവിനനുസരിച്ച് ആവശ്യത്തിന് എരിവിന് എടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇടുന്നത് കൊണ്ട് 2.25 ടീസ്പൂണ് ഇട്ടു. ഇനി വേണ്ടത് മഞ്ഞളാണ്. അത് ഒരു നുള്ളു മതി, അധികം വേണ്ട. അധികം മഞ്ഞളുടെ ആവശ്യം വരുന്നില്ല. ഒരു നുള്ളു മഞ്ഞൾ ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് വെച്ച് അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവാണ്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് അച്ചാറായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉപ്പ് ഇടണം. പിന്നെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇടാവുന്നതാണ്. മതി. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്യാം. ഈ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ സഫർജൽ ചേർക്കുന്നത്. സാധാരണ എല്ലാ അച്ചാറിനും നമ്മൾ അടുപ്പേ വെച്ച് തന്നെയാണ് ചേർക്കുന്നത്. അത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. തീ ഓഫ് ചെയ്തിട്ട് സഫർജൽ ചേർക്കാൻ പോകണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക രുചിയുണ്ട്. ഞാൻ പറയുന്നില്ല അധികം നാൾ വെളിയിലിരുന്നാൽ ഇത് അധികം നാൾ ഇരിക്കും എന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസത്തോളമൊക്കെ ഇരിക്കും. പിന്നെ നമുക്കിത് പെട്ടെന്ന് തീരും. എല്ലാവർക്കും വലിയ താല്പര്യമായതുകൊണ്ട് നമ്മുടെ ഇവിടെ പെട്ടെന്ന് ഈ അച്ചാർ ഉണ്ടാകും. ഇതിപ്പോൾ ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല കളറൊക്കെ കൊള്ളാം. ഇനി നമുക്ക് ചേർക്കാനായിട്ട് ഒരു കായം കൂടെ ഉണ്ട്. അതാണ് കായം. കായപ്പൊടി നമ്മൾ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. ഏറ്റവും അവസാനം കായപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
മറ്റ് അച്ചാറുകളെ പോലെ നമ്മൾ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. വിനാഗിരി ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചേർക്കുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ചേർക്കാതാണ് എടുക്കുന്നത്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാർ ഒരു കൽച്ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പച്ചമുളക് അപ്പം എന്തിനാണ് എടുക്കുന്നത്. പച്ചമുളകും വറ്റൽമുളകും കൂടെ നമ്മൾ അവസാനം, അതായത് ഇതെല്ലാം കോരി ഒരു കൽച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ച് താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് അച്ചാർ മുഴുവനായിട്ട് ഈ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുക. ഇനി 2 മുളകും പച്ചമുളകും വറ്റൽമുളകും കൂടെ നമ്മൾ കടുക് വറുത്ത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കും. നമുക്കതും കൂടെ നോക്കാം. ഇപ്പം നമ്മൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മുളക് വറുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. കുറച്ച് ഇത് അധികം എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ എണ്ണയുടെ ആവശ്യമില്ല. ഇത് വെറുതെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒഴിക്കുന്നത്. നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ മഹാരാഷ്ട്ര കിട്ടുന്നത് ഇങ്ങനത്തെ നല്ലെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു നുള്ള് കടുക് ഇട്ട് നമുക്ക് വറ്റൽമുളക് ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വറ്റൽമുളക് മുറിച്ചെടുത്തിരിക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, അത് മുറിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം അതും കൂടിയിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളകും കൂടെ ചേർക്കുക. പച്ചമുളക് ചേർക്കുക. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് വഴറ്റി എടുക്കുക. കറിവേപ്പില വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഞാനേതായാലും ഒരു ഇച്ചിരി കൂടെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ രുചി കുറച്ച് മുന്നോട്ട് നിന്നാൽ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർക്കാം. ആദ്യം ഇട്ടത് മതിയെങ്കിൽ അത്രയും ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഒരുമാതിരി നമ്മുടെ മുളക് രണ്ടും ആകാറായിട്ടുണ്ട്. അപ്പോൾ മുളക് ഒരുമാതിരി ആകുമ്പോഴത്തേക്കിനും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് പിന്നെ ഉപ്പൊക്കെ പാകത്തിന് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അത് ചില ആൾക്കാർക്ക് ഉപ്പ് മുന്നോട്ട് വയ്ക്കണം. എന്നാൽ എന്തായാലും അച്ചാറാകുമ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നോട്ട് ഉപ്പും എണ്ണയും എല്ലാം ഇച്ചിരി മുന്നോട്ടായിരിക്കും അച്ചാറിന് വരുന്നത് സാധാരണ. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ചേർത്താലും അത് നന്നായിട്ട് കൂട്ടി എടുക്കണം. ഈ പച്ചക്കറിയിലോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന മുളകയിലോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് വറ്റിച്ച് എടുത്തിരിക്കണം. അല്ലെങ്കിൽ അച്ചാർ വേഗം കേടായിരിക്കും. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ എടുത്ത് വെക്കുന്ന പാത്രമാണെങ്കിൽ വെള്ളമില്ലാത്ത പാത്രത്തിൽ വെക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൂട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റൗ നിർത്തുക. ഇതെല്ലാം കൂടെ നമ്മുടെ അച്ചാറിലേക്ക് ചേർക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി കിട്ടും, ടേസ്റ്റും കിട്ടും. ഇതാണ് നമ്മുടെ സഫർജല്ലി അച്ചാർ. വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് ചെറിയൊരു മധുരവും കാണും, ചെറിയ പുളിയും കാണും. അപ്പം സഫർജൽ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക.
അധികം പഴുത്ത് പോയ സഫർജൽ എടുക്കാതിരിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ മധുരമായിരിക്കും. ഇതിപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ കടുക് വറുത്തതിൻ്റെയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണവും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ അച്ചാറൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി, നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ അച്ചാറൊന്ന് പരീക്ഷിച്ച് നോക്കുക. കൂട്ടുകാരെ, നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ടല്ലോ? നല്ല അടിപൊളിയല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല രുചിയായിരിക്കും. അപ്പം ഇനി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങൾ മുമ്പിൽ എത്തുന്നവരെ ദിസ് ഈസ് ആദിത്യ ജയരാജ് സൈനിങ് ഔട്ട്. ബൈ.